ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ഇൻ്റഗ്രേഷൻ ഡേ 2 2024-25 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ആനുവൽ ഇവാലുവേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പ്രവർത്തനം 7 കൊടുത്തിട്ടുള്ളത്. കഥ എഴുതാം. ലാവണ്യയുടെ കഥാപുസ്തകത്തിൻ്റെ കവർ പേജ് നോക്കൂ. ചിത്രം നോക്കി കഥ എഴുതൂ. അനുയോജ്യമായ തലക്കെട്ട് നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചിത്രത്തിൽ കണ്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്താണ് കഥ എഴുതിയിട്ടില്ലേ, തലക്കെട്ട് കൊടുക്കാൻ മറന്നിട്ടില്ലല്ലോ കൂട്ടുകാരെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വരച്ചു യോജിപ്പിക്കാനാണല്ലേ. ലാവണ്യയുടെ പുസ്തകത്തിലെ ചിത്രത്തിന് അനുയോജ്യമായ സൂചനകൾ കളങ്ങളിൽ നിന്നും കണ്ടെത്തി വരച്ചു ചേർക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ആശുപത്രി അടുത്തുണ്ട്. ദെൻ നിർത്തുക, തയ്യാറാവുക, പോവുക. ദെൻ ഇരുചക്രമുള്ള എനിക്ക് ഇന്ധനം ആവശ്യമില്ല. ശ്രദ്ധിക്കുക, സ്കൂൾ അടുത്തുണ്ട്. അപ്പം ഇതിൽ ഏതൊക്കെയാണ് എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഓക്കെ, ഇരുചക്രമുള്ള എനിക്ക് ഇന്ധനം ആവശ്യമില്ല. ഇരുചക്രമുള്ള എനിക്ക് ഇന്ധനം ആവശ്യമില്ല. ഏതായിരിക്കും? സൈക്കിൾ അല്ലേ. ഓക്കെ, അപ്പം നിങ്ങളിത് യോജിപ്പിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പ്രവർത്തനം 9, തോട്ടം നനയ്ക്കാം. സ്കൂൾ തോട്ടത്തിലെത്തിയ ലാവണ്യയും കൂട്ടുകാരും വാടിയ ചെടികൾ ശ്രദ്ധിച്ചു. ബക്കറ്റിൽ വെള്ളമെടുത്ത് ചെടികൾ നനച്ചു. ജലത്തിന്റെ മറ്റുപയോഗങ്ങൾ എഴുതുക. എന്തൊക്കെയാണ് കൂട്ടുകാരെ ജലത്തിന്റെ മറ്റുപയോഗങ്ങൾ? യെസ്, കുടിക്കാൻ, കുളിക്കാൻ, അതുപോലെ തന്നെ വാഹനങ്ങൾ കഴുകാൻ, എന്തൊക്കെയുണ്ടല്ലേ, ഒരുപാടുണ്ട്. അപ്പോൾ നിങ്ങളത് എഴുതിയിട്ടുണ്ടാവുമല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ്സ് റിലാക്സ്. ചിൽഡ്രൻ were tired after working in the garden. എന്താണ്? ഗാർഡനിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ചിൽഡ്രനൊക്കെ എന്താണ്? ടയേർഡായി. ദ ടീച്ചർ gave them lime juice and butter milk. അപ്പോൾ ടീച്ചർ എന്ത് കൊടുത്തു? ബട്ടർ മിൽക്കും ലൈം ജ്യൂസ് കൊടുത്തു. There were 29 boys and 33 girls. അവിടെ എത്ര ആൺകുട്ടികളും എത്ര പെൺകുട്ടികളും ഉണ്ട്? 29 ബോയ്സും 33 ഗേൾസും അല്ലേ. 34 children drink lime juice and the remaining children drink buttermilk. How many children drank buttermilk? Buttermilk എത്ര പേര് കുടിച്ചു എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. 34 ചിൽഡ്രൻ എന്താ കുടിച്ചിട്ടുള്ളത്? ലൈം ജ്യൂസ് അല്ലേ. അവിടെ 29 + 33 ആഡ് ചെയ്ത് നോക്കൂ, എത്രയാണ് ടോട്ടൽ കണ്ടെത്താമല്ലോ. യെസ്, അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? യെസ്, 34 മൈനസ് ചെയ്യുക. അപ്പം നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ അല്ലേ, അതെന്ത് ചെയ്യുക? ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രൻ കാണാൻ 29 + 33. The number of children who drink lime juice 34 അല്ലേ. The number of children who drank buttermilk then എത്രയാണ്? യെസ്, ഇവിടെ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ആ സംഖ്യയിൽ നിന്ന് ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രനിൽ നിന്ന് എന്ത് ചെയ്യണം നിങ്ങൾ? യെസ്, 34 മൈനസ് ചെയ്യണം. ടോട്ടൽ നമ്പർ ഓഫ് ചിൽഡ്രനിൽ 34 മൈനസ് ചെയ്യുക. അപ്പോൾ ആൻസർ കിട്ടുമല്ലോ. ഓക്കെ, ദ നമ്പർ ഓഫ് മോർ ചിൽഡ്രൻ ഹൂ ഡ്രാങ്ക് ബട്ടർ മിൽക്ക് ദാൻ ലൈം ജ്യൂസ്. അപ്പോൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് എഴുതിയാൽ ഇതിൻ്റെ ആൻസറും കിട്ടുന്നതാണ്. ഓക്കെ, ദെൻ സ്കൂളിലെ വിളവെടുപ്പ് ഉത്സവം 2025 ഫെബ്രുവരി 8 ശനിയാഴ്ചയാണ്. അതിനെല്ലാവരെയും ക്ഷണിക്കാനുള്ള കത്ത് തയ്യാറാക്കുക. ക്ഷണക്കത്ത് തയ്യാറാക്കാനല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു ക്ഷണക്കത്ത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണല്ലേ. അപ്പോൾ കൂട്ടുകാർ ക്ഷണക്കത്ത് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ. പ്രവർത്തനം 5 നോക്കാം. വില കണ്ടെത്താം. ലാവണ്യയ്ക്കും കൂട്ടുകാർക്കും വിത്തിന് ചെലവായ തുക സൂചനയിൽ നിന്നും കണ്ടെത്തുക. തുകയെ വ്യത്യസ്ത രീതിയിൽ എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. 6 10 രൂപ, 2 5 രൂപ. 6 10 രൂപ എന്ന് പറഞ്ഞാൽ 60 ആയി. 2 5 രൂപ ചേർന്നാൽ 10 ആയാലും. അപ്പോൾ എത്ര രൂപയാണ്? അത് 70 രൂപയാണല്ലേ. അപ്പോൾ നമുക്ക് വ്യത്യസ്ത രീതിയിൽ എഴുതാമല്ലോ. 7 10 രൂപ എന്ന് എഴുതാമല്ലോ. 7 10 രൂപ ചേർന്നാൽ എത്രയായി? 70 ആയി. അങ്ങനെ നിങ്ങൾ എന്താണ് വ്യത്യസ്ത രീതിയിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, ദെൻ പ്രവർത്തനം 6, വിശേഷം പങ്കിടാം. ലാവണ്യയുടെ അമ്മയ്ക്ക് ഭക്ഷ്യമേളയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. വീട്ടിലെത്തിയ ലാവണ്യ അമ്മയോട് അന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞു. അവർ തമ്മിലുള്ള സംഭാഷണം എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ലാവണ്യ നോക്കൂ, അമ്മേ ഇന്നത്തെ ഭക്ഷ്യമേള ഗംഭീരമായിരുന്നു. അപ്പോൾ അമ്മ എന്തൊക്കെയാവും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? കോൺവെർസേഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയുമായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും